സമരത്തോട് പുരോഗമനപരമായ സമീപനമല്ല സർക്കാരിനുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. സമരം തുടങ്ങിയതു മുതൽ പുച്ഛത്തോടെ നോക്കിക്കാണുന്ന സമീപനമാണ് സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സാർ, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു കഴിഞ്ഞ ദിവസം. ഈ സമരം ഒത്തുതീർപ്പാക്കണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം അതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിക്കുകയും അന്ന് ഈ സമരം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരോഗ്യമന്ത്രിയുടെയും NHM ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലൊരു ശ്രമം നടത്തിയിട്ടുണ്ടായി. ദൗർഭാഗ്യവശാൽ അത് പരാജയപ്പെട്ടു. പക്ഷെ നമുക്കറിയാമല്ലോ സാർ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഭരണ നേതൃത്വത്തിലുള്ളവരും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമായിട്ടുള്ള ആളുകൾ ഒരു ദിവസം കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്ന ഒന്നല്ല. തുടർച്ചയായി അത് ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടലാണ് ആഗ്രഹിക്കുന്നത്. ഇത് തീർത്ത് അവസാനിപ്പിച്ച് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ സഭയിൽ വിഷയം സബ്മിഷനായാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അതേസമയം സമരക്കാരുടെ നിർബന്ധ ബുദ്ധിയും ശാഠ്യവുമാണ് ചർച്ച നീണ്ടുപോകാൻ കാരണമെന്ന് മന്ത്രി MP രാജേഷ് സബ്മിഷന് മറുപടിയായി പറഞ്ഞു. സമരത്തോട് സർക്കാർ അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തോട് പറഞ്ഞു മുഖ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് പ്രതികരിച്ചത് എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരം ചെയ്യുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആ ചർച്ച നടക്കുകയുണ്ടായി. സർ, ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം സമരരംഗത്തുള്ളവർ നിർബന്ധ ബുദ്ധിയും ശാഠ്യവും. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ഈ മാസം 18-നും ഇന്നലെയും മന്ത്രി വീണ ജോർജ് അനുമതി ചോദിച്ചിരുന്നുവെങ്കിലും അനുമതി നൽകിയിരുന്നില്ലെന്നും MP രാജേഷ് പറഞ്ഞു.